മരണം വരുമെന്ന സത്യം മറക്കരുതേ. അത് ഏതു നേരവും അണയാം ഓർമ്മ വേണം. മരണത്തെ ഭയപ്പെടല്ലേ, അത് ഈശോയിലേക്കുള്ള പാതയല്ലേ. മരണം വരുമെന്ന സത്യം മറക്കരുതേ. മനസ്സിലെ വെറുപ്പും വൈരാഗ്യവും നാം മറന്നിടണം. മനസ്സിലെ വെറുപ്പും വൈരാഗ്യവും നാം മറന്നിടണം. മനസ്സിലെ മാലിന്യം നീക്കിടണം. മുറിവുകൾ സുഖമാക്കും നാഥന്റെ മുൻപിൽ അണഞ്ഞിടണം. മുറിവുകൾ സുഖമാക്കും നാഥന്റെ മുൻപിൽ അണഞ്ഞിടണം. മനുജാനി അണഞ്ഞിടണം, അണഞ്ഞിടണം. മരണം വരുമെന്ന സത്യം മറക്കരുതേ. അത് ഏതു നേരവും അണയാം ഓർമ്മ വേണം. ജീവിത ഭാരത്താൽ മീറുന്നതെന്തിനു നീനിയും. ജീവിത ഭാരത്താൽ മീറുന്നതെന്തിനു നീനിയും. ജീവന്റെ നാഥൻ കൂട്ടാകില്ലേ. ഗാഗുൽത്താവിരിമാറിൽ നിനക്കായി ബലിയായ യേശുവിനെ. ഗാഗുൽത്താവിരിമാറിൽ നിനക്കായി ബലിയായ യേശുവിനെ. മനുജാനി മറക്കരുതേ, മറന്നിടല്ലേ. മരണം വരുമെന്ന സത്യം മറക്കരുതേ. അത് ഏതു നേരവും അണയാം ഓർമ്മ വേണം. മരണത്തെ ഭയപ്പെടല്ലേ, അത് ഈശോയിലേക്കുള്ള പാതയല്ലേ. മരണം വരുമെന്ന സത്യം മറക്കരുതേ.
കൊഴിയും ഇലയും വാടും പൂവും പ്രകൃതി പറയും പാഠങ്ങൾ. കൊഴിയും ഇലയും വാടും പൂവും പ്രകൃതി പറയും പാഠങ്ങൾ. പിറന്നു വീഴും മനുജനുമൊരു നാൾ പിരിഞ്ഞു പോകേണ്ടേ, അതിനായി മനസ്സൊരുക്കേണ്ടേ. ഓരോ പൂവും വാടുന്നു, ഓരോ ഇലയും കൊഴിയുന്നു. അതു കണ്ടുണരും ഞാനും നീയും യാത്രാ കരുതൽ തേടേണ്ടേ. നേട്ടങ്ങളെല്ലാം മണ്ണിൽ തീരും, ശൂന്യമായ കരങ്ങൾ മാത്രം. നേട്ടങ്ങളെല്ലാം മണ്ണിൽ തീരും, ശൂന്യമായ കരങ്ങൾ മാത്രം. അന്ത്യയാത്രയിൽ കൂടെ പോരാൻ നന്മകൾ കരുതേണ്ടേ, മനസ്സിൽ പുണ്യം നിറയ്ക്കേണ്ടേ. ഓരോ പൂവും വാടുന്നു, ഓരോ ഇലയും കൊഴിയുന്നു. അതു കണ്ടുണരും ഞാനും നീയും യാത്രാ കരുതൽ തേടേണ്ടേ. ഓരോ പൂവും വാടുന്നു, ഓരോ ഇലയും കൊഴിയുന്നു. അതു കണ്ടുണരും ഞാനും നീയും യാത്രാ കരുതൽ തേടേണ്ടേ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനീ വീടു വിട്ടങ്ങ് പോകണം. അന്നേരമെൻ കയ്യിലൊന്നും കൊണ്ടുപോകാനാവില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനീ വീടു വിട്ടങ്ങ് പോകണം. അന്നേരമെൻ കയ്യിലൊന്നും കൊണ്ടുപോകാനാവില്ല.
അന്നൊരു നാൾ സ്വർഗത്തിൻ്റെ വാതിലിൽ ഞാൻ ചെല്ലുമ്പോൾ ലോകത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള നന്മകൾ എന്നെ തുണയ്ക്കും. ഭൂമിയിലെ മറ്റൊന്നും എന്നെ ദ്യോവിൻ അർഹനാക്കില്ല. ഭൂമിയിലെ ആരുമെന്നെ കൂടെ വന്നു തുണയ്ക്കില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഞാനീ വീടു വിട്ടങ്ങു പോകണം. അന്നേരമെൻ കയ്യിലൊന്നും കൊണ്ടുപോകാനാവില്ല. സന്തോഷങ്ങൾ, സന്താപങ്ങൾ, സമ്പാദ്യങ്ങൾ ഒന്നുമേ, സ്വപ്നങ്ങളോ ബന്ധങ്ങളോ എന്നോടൊപ്പം ചേരില്ല. ഇന്നു ഞാനെൻ യേശുവിൻ്റെ ചാരെ ചേർന്നു നടന്നെന്നാൽ അന്നെന്നെ ആനന്ദിപ്പാനായവൻ മാറിൽ ചേർത്തണച്ചിടുമേ. ഇന്നല്ലെങ്കിൽ നാളെ ഞാനീ വീടു വിട്ടങ്ങു പോകണം. അന്നേരമെൻ കയ്യിലൊന്നും കൊണ്ടുപോകാനാവില്ല. ശക്തിയും എൻ്റെ ബുദ്ധിയും ഈ മണ്ണിൽ തന്നെ മറഞ്ഞിടും. സുന്ദരമീ ഭൂമിയും എൻ്റെ മേനിയും വിട്ടു പോകണം. സ്ഥാനമാനമോ ശീലമോ എൻ്റെ മോഹമോ കൂടെ പോരില്ല. ദൈവത്തിൻ വലം ഭാഗെ ചേർന്നിടാൻ യേശുവിൻ പൈതലായിടാം. ഇന്നല്ലെങ്കിൽ കൊള്ളുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, ഇങ്ങനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ല വറുത്തുവലമ്പാകേ കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അദ്ഭുത ഞങ്ങൾക്കുത്ഥാനം രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും
പാവകമല്ലോ കർത്താവേ, ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും മൃതരാമരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴി അങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നീക്കുവാമേൻ തെളിവായ എന്നുടെ നാഥാനിൻ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം. അന്ത്യമിഴാത്തോരവികലമോദം നുകരാൻ മൃതരേ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമോടുണരാൻ വരമരുളേണം. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ നിന്റെ നാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ, നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളൊന്നുമെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കുവാമേ. അകാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മരിച്ചവരേൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആസനം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തെ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെ മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും.
കർത്താവേ ആശീർവദിക്കണമേ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. കാരുണ്യവാനും മനുഷ്യവംശത്തിന്റെ രക്ഷകനുമായ ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്ത് വേർപിരിഞ്ഞു പോയ നിന്റെ ദാസിയുടെ ആത്മാവിനെ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശിപ്പിക്കണമേ. നീതിമാന്മാരെ സ്വർഗീയ മണവറയിലേക്ക് നയിക്കുവാനായി നീ വാനമേഘങ്ങളിൽ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണു കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ നിത്യാനന്ദത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സ്നേഹപൂർവ്വം നിന്നെ പാടിപ്പുകൊഴുത്തുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കറകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നാനികളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ കാരോട് രക്ഷിച്ചതുപോലെ പോലെ ഞങ്ങളുടെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്പുരാന്റെ മനോഗണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗണത്താലെ മോഷ്ടിച്ചവരുടെയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസിയുടെ ആത്മാവിന്റെ തമ്പുരാന്റെ മരണത്താൽ മോക്ഷത്തിനായിടയാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളുടെ നിത്യമായ മോക്ഷത്തിൽ വലിയ അനുഗ്രഹിക്കാനുള്ളതേ. സുഖസ്നാനങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമരാന മനോഗുണത്താൽ മോക്ഷിച്ചിരുവാൻ അനുഗ്രഹമുണ്ടായിരിക്കട്ടെ. അന്നേരമെൻ കയ്യിലൊന്നും കൊണ്ടുപോകാനാവില്ല, കൊണ്ടുപോകാനാവില്ല, കൊണ്ടുപോകാനാവില്ല. സകലപ്പെടുന്നവരെ ആശ്രയിക്കുകയും ചെയ്യുന്നു. എൻ്റെ വാഗ്ദാനം പ്രതീക്ഷയാശ്രയിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അടയുമ്പോൾ കരുണയുടെ നിറത്തണമേ, നല്ലവരത്തു വലംഭാഗേ. കർത്താവേ, ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയും ഉയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും നീ ഭൂതലവും പാവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതമായുസ്സും. തലകൾ പാടും മൃതരാമരുടെ പാവങ്ങൾ വായിക്കണമേ നിൻ കൃപയാലെ. മാമോദിസ വഴിയങ്ങേ സുതരാണവരം നോക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരെ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റോഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാൻ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായുടനാഥാന്യം തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാവങ്ങൾ നിരയായെന്ന് വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മിശിഹാനാഥ, മൃതരെല്ലാരും മിന്നി വിളങ്ങും വധനമൊടുടരാൻ വരമരുളേണം. മൃതരെല്ലാരും മിന്നി വിളങ്ങും വധനമൊടുടരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. വിധിയുടെ
നൊന്തിനിഴാത്തോരവികലബോധം നുകരാണ്ടുതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. എല്ലാരും നിന്നെ വിളങ്ങും അഗാധത്തിനെ ഞാൻ വിളിക്കുന്നു, മത്സരമേൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിലെ സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, കർത്താവേ എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ ഈ പാപങ്ങളെല്ലാം മോചിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷന്റെ വാഗ്ദാനത്തിലാകുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. രക്ഷയുടെ പക്കലാകുന്നു. ഇസ്രായേലിലെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, മത്സരമേൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഏൽപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഭിനയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ, കർത്താവേ മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഏൽപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സകലത്തിന്റെയും നാഥനും ദൈവമായ മിശിഹായേ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവരക്ഷയരായി കബറിടങ്ങൾ നേർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ ഒരു ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ വേർപാടിൽ ലഭിക്കുന്ന കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും അയൽക്കാർക്കും ഇടവക സമൂഹത്തിൻ്റെ അനുശോചനം പ്രാർത്ഥനയും അറിയിക്കുകയാണ്. ജീവിതകാലത്ത് വന്നുപോയ കുറവുകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബങ്ങളിൽ ഏറ്റവും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് പങ്കുകൊള്ളാം. ഓരോ മരണവും നമുക്ക് നൽകുന്ന ഒരു പാഠം, ഒരു മുന്നറിയിപ്പ്. ഞാനും ഇതുപോലെ ഒരു യാത്രക്കാരിയാണെന്നുള്ളതാണ്. ഈ യാത്ര നിരാശയുടെ യാത്രയല്ല, ഒരു സ്വർഗീയ ജീവിതത്തിൽ സമ്മാനം നേടാനുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സൽകൃത്യങ്ങളാണ്, ജീവിതത്തിലെ സുഹൃതങ്ങളാണ് സ്വർഗീയ സമ്മാനത്തിന് നമുക്ക് കാരണമായി തീരുക. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെയും നമുക്ക് നവീകരിക്കാനായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ജീവിതകാലത്ത് വന്നുപോയ കുറവുകൾക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഭക്തിയാദരപൂർവ്വം നമുക്ക് തിരുക്കർമ്മങ്ങളിൽ പങ്കുകൊള്ളാം. ബഹുമാനപ്പെട്ട വൈദികരെല്ലാവരെയും ഹൃദയപൂർവ്വം ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനെയും എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ പ്രിയപ്പെട്ട അമ്മച്ചിയെ യാത്രയാക്കൽ സുരക്ഷയിൽ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് സുരക്ഷയിൽ പങ്കുകൊള്ളാം.
ഹല്ലേലൂയ ജ്ഞാപിച്ചിരിപ്പ്. അനുതപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പലനീരിനെ അവിടുന്ന് ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ചന്ദനത്തിരിയിലും ചെരുപ്പം സുഗന്ധദ്രവ്യങ്ങളുടെ പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ അവിടുന്ന് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഇങ്ങോട്ടെടുത്താൽ പോരെ? അത് മതി. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. ഇതൊരുനാൾ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. പുഷ്പം പോലെ അത് തിരിയുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മണ്ണിൽ നിന്ന് ആകത്തെ സൃഷ്ടിച്ചവനുമായ അവന്റെ സന്താനങ്ങളെ ഉദ്ധാന വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കുവാമേ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യൽ ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ
നിത്യജീവനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുദ്ധാനം വരുമല്ലോ. അരുൾചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനജനജ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മറ്റന ക്ഷയമുള്ളോനക്ഷയനാകും, മർത്യദേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെന്നെ നിർത്തണമേ. നല്ലവരുത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമ പരിവേഷം. എന്റെ സഹോദരൻ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്നുള്ള കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗ്ഗത്തിൽ എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരെ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 5:24 തിരുവചനങ്ങൾ. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാകുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം എടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. ഇതിൽ നിങ്ങൾ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർത്തിനായും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ ബഹുമാനപ്പെട്ട വികാരിയച്ച, ബഹുമാനപ്പെട്ട വൈദികരെ, സന്യാസരെ, സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, സ്നേഹിതരെ, ഇന്ന് ഈ സായാഹ്ന വേളയിൽ ഈ ഭവനത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ത് എന്ന് തമ്മിൽ നമ്മെ കാണിക്കുന്ന ഈ അവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് മരണം എന്താണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മെ ഒന്ന് കൈ ചൂണ്ടിക്കാണിക്കുന്ന നിമിഷങ്ങളാണെന്ന്. പ്രത്യേകിച്ച് മരണവും അതിൻ്റെ അർത്ഥവും നമുക്ക് വ്യക്തമായി മനസ്സിലാകുക. തമ്പുരാൻ്റെ നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതം ചെറിയ ജീവിതമാണെങ്കിൽ പോലും ആ ജീവിതത്തിൻ്റെ വില എന്ത് എന്ന് നമുക്കൊന്നും പ്രിയപ്പെട്ടവരെ അറിഞ്ഞുകൂടാ. ഒരു ജീവന്റെ വില എന്ത്
എന്നറിയണമെങ്കിൽ നമ്മൾ ശരിക്ക് തമ്പുരാനോട് തന്നെ ചോദിക്കണം. ഓരോ ജീവന്റെ വിലയ്ക്ക് വേണ്ടിയല്ലേ തമ്പുരാൻ കുരിശിൽ പിടഞ്ഞു മരിച്ചത്? അവിടുന്ന് ചിന്തിയ ഓരോ തുള്ളി രക്തത്തിൻ്റെയും വിലയല്ലേ നമ്മുടെ ജീവിതം. പ്രത്യേകിച്ച് നമ്മിൽ നിന്ന് മരണം മൂലം വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി മേരി ചേച്ചിയുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 65 വർഷക്കാലം ചേച്ചി ഈ ലോകത്ത് ജീവിച്ചത് നമുക്ക് നന്നായിട്ടറിയാം. സഹനത്തിൻ്റെ ഒരു ജീവിതം തന്നെയായിരുന്നു. സഹനത്തിൻ്റെ പാതയിൽ കഴിഞ്ഞ വർഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരുപക്ഷെ ഈ 65 വർഷം തികയ്ക്കുമോ എന്ന് പോലും സംശയമായിരുന്നു. അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്ക് ചെയ്തത് ചേച്ചിയെ ഈ കഴിഞ്ഞ ഇന്നലെ വരെ ജീവിക്കുവാനായിട്ട് ഒരുപക്ഷെ സഹായിച്ചത് നമ്മുടെ പട്ടണത്തുള്ള DSS സമൂഹത്തിലെ സഹോദരിമാരുടെ കരങ്ങളാണ്. അവരുടെ സ്നേഹത്തിൻ്റെ അടയാളമാണ് ചേച്ചിയുടെ ജീവിതം ഇത്ര കാലം നീണ്ടത് എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സ്നേഹത്തിൻ്റെ അടയാളമാണ് നമ്മുടെ ജീവിതവും മരണവും. പ്രിയമുള്ളവരെ, ഈ നിമിഷം നമുക്ക് സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഈ തിരുക്കർമ്മങ്ങൾ പങ്കുകൊള്ളുമ്പോൾ തമ്പുരാൻ നന്ദി പറയാം. നമ്മുടെ സഹോദരിക്ക് വേണ്ടിയിട്ട്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഈ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട്, വളരെ പ്രത്യേകിച്ച് ദീനസേവന സഭയിലെ സഹോദരിമാരുടെ ത്യാഗപൂർണമായ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ട് ഒത്തിരി തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് തമ്പുരാനെ ഇനിയും അവിടെ ഒരുപാട് സഹോദരങ്ങളുണ്ട്. ഒരു 1.5 വർഷം മുൻപ് ഞാൻ ചേച്ചിയെ കാണുവാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ ചേച്ചി സുഖമില്ലായി കിടക്കുക. ആ അവസ്ഥയിൽ ഈ സഹോദരിമാരെല്ലാം തൊട്ടടുത്തിരുന്നുകൊണ്ട് സ്വന്തം എന്ന ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവരോടൊക്കെ തൊടുകയും അവരോടൊപ്പം ആയിരിക്കുകയും പ്രാർത്ഥിക്കുകയും അവർക്ക് ഭക്ഷണം വാരിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ സ്വന്തമായിട്ട് ഇത്രയും അടുത്ത് നമ്മളെ സ്നേഹിക്കുന്ന ദൈവസ്നേഹം അനുഭവിക്കുന്ന മറ്റൊരു വ്യക്തിയോ സംഭവമോ ഇല്ലല്ലോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. സഹോദരങ്ങളെ, നമുക്ക് ഈ അവസരത്തിലായിരുന്നുകൊണ്ട് നമുക്ക് തമ്പുരാൻ നന്ദി പറയാം. ഇന്നേ ദിവസം ഇവിടെ ഈ കർമ്മത്തിന് വേണ്ടി വന്നിരിക്കും നമ്മളെ ഓരോരുത്തരെയും ഒരുമിച്ച് പ്രാർത്ഥനയിൽ ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തിന് ഒത്തിരി നന്ദി പറയാം. പ്രത്യേകിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് ഇനി തുടർന്ന് എത്ര കാലം നമ്മൾ ജീവിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം. മരണം ഒരു യാഥാർത്ഥ്യമാണ്. ആ മരണത്തിലേക്ക് പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ജീവിതം എനിക്ക് ക്രിസ്തുവാണ്, അതുപോലെ മരണം നേട്ടമാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി അത് ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി ഒന്ന് കർത്താവെ ആത്മാവിനോട് കണ്ടു തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്തെ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതില്ലമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധൂതന്മാരെ നിയോഗിക്കണതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാവിലെ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും സ്വർണവും പ്രദാനം ചെയ്ത രക്ഷിക്കായും ഈ ദിവസം നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യുന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണീർ ചിന്തി രക്ഷിക്കായും കരീനോട് കണ്ണീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതിനെ രക്ഷിക്കായെ നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസത്തിലും സർവശക്തനായ പിതാവും പാതാളങ്ങളിറങ്ങി അസുരങ്ങളിൽ നിന്ന്
കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരിയും ചിന്തിച്ചടലിൽ നെടുവേർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ കാണൂ. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമേറും ഞാനാകുന്നു, കരയരുതേവൻ കരുണയടന്തികമാർന്ന ഗിലേശൻ ശാന്തി ഒഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാ മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മാറാകട്ടെ. വിശ്വസ്തരായ ദാസർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹം നിറഞ്ഞവരെ, ഈ സമയം പ്രിയപ്പെട്ട മേരിയമ്മച്ചി താൽക്കാലിക വസതിയായ ഈ ലോകത്തിലെ ഭവനത്തോട് യാത്ര പറഞ്ഞ് പോകുന്ന പ്രാർത്ഥനാഗാനമാണ്. ഈ സമയം പ്രിയപ്പെട്ടവർക്ക് കണ്ടുചമനം നൽകാം. ബാക്കിയുള്ളവർ ലൈനായിട്ട് പോകാനുള്ള ക്രമീകരണം ചെയ്യുക. എല്ലാവരും വാഹനങ്ങൾ തന്നെ പോവുക. കുരിശുകുട്ടിയിൽ അവിടുന്ന് പ്രദക്ഷിണമായിട്ട് ദേവാലയത്തിലേക്ക് പോകണമെന്ന് ഉറപ്പെടുത്തുകയാണ്. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയലിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോരൻ പാർപ്പിടമേ, പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ സ്നേഹ
മിശിഹാനാഥൻ പ്രതിഫലമേകും എൻ പ്രിയനാടും നഗരവുമതിലെൻ ഭവനവുമെല്ലാം വെടിയുന്നു ഞാൻ. സോദരഗണമേ, വത്സലസുതരേ, കാണില്ല നാം ഭൂമിയിലിനിമേ. വിട ചോദിക്കും നീ ഞാൻ, വിട തന്നാലും മൽപ്രിയരേ, വിട ചോദിക്കും നീ ഞാൻ, വിട തന്നാലും മൽപ്രിയരേ, വിട നൽകേണമേ നല്ലയൽക്കാരേ, വിട നൽകേണമേ നല്ലയൽക്കാരേ, വിട ചൊല്ലും നിൻ സ്നേഹിതരേ ഞാൻ, വിട പറയും നീൻ സ്നേഹിതരേ, വിട ചോദിക്കും നീ ഞാൻ, വിട തന്നാലും മൽപ്രിയരേ. എൻ വാക്കും കർമ്മങ്ങളും മൂലമായി എവിടെയാരാനും മുറിവേറ്റെങ്കിൽ, എൻ വാക്കും കർമ്മങ്ങളും മൂലമായി എവിടെയാരാനും മുറിവേറ്റെങ്കിൽ, എന്നിൽ കനിഞ്ഞു ക്ഷമ നൽകണേ എൻ പ്രിയരേ, മനസ്സലിവുള്ളോരേ, എൻ പ്രിയരേ, മനസ്സലിവുള്ളോരേ. വിട ചോദിക്കും നീ ഞാൻ, വിട തന്നാലും മൽപ്രിയരേ. ഈ ഭൂമി കേവലം ഒരു സത്രമേ, ഇവിടം വിട്ടൊരു നാൾ നാം പോകേണം. ഈ ഭൂമി കേവലമൊരു സത്രമേ, ഇവിടം വിട്ടൊരു നാൾ നാം പോകേണം.
വിശ്രമിച്ചിടട്ടെ, ഇത്തിരി നേരം വിശ്രമിച്ചിടട്ടെ. വിട ചോദിക്കുന്നേ ഞാൻ, വിട തന്നാലും യാത്ര മൊഴി ചൊല്ലി നിത്യത തേടിപ്പോകുന്നു ഞാൻ. പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ, മിഴി നിറയരുതേ, മൊഴി പതറരുതേ, മിഴി നിറയരുതേ, മൊഴി പതറരുതേ. താതൻ വിളി കേട്ടു പോകുന്നു ഞാൻ. യാത്ര മൊഴി ചൊല്ലി നിത്യത തേടിപ്പോകുന്നു ഞാൻ. പ്രാർത്ഥിക്കണമേ എൻ പ്രിയരേ, ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും. സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും. സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ തിരികെ വരില്ല ഞാൻ ഈ വഴിയേ. ഒരു വാക്കു ചൊല്ലാൻ, ഒരു നോക്കു കാണാൻ തിരികെ വരില്ല ഞാൻ ഈ വഴിയേ. സ്വർഗീയ സൗഭാഗ്യ തീരത്തണയുവാൻ സ്വർഗം തീർക്കണമീ ധരയിൽ. സ്വർഗീയ സൗഭാഗ്യ തീരത്തണയുവാൻ സ്വർഗം തീർക്കണമീ ധരയിൽ. സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെ തിരുമുഖം പുൽകുവാൻ പോകുന്നു ഞാൻ. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും. സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം. ഇന്നു ഞാൻ നാളെ നീ വന്നെത്തും. സ്വർഗത്തിൽ സുഹൃതമാം നിക്ഷേപം സമ്പാദിക്കണം.
മാലാഖമാരും വാനവൃന്ദങ്ങളും എന്നെ നയിക്കുന്ന നാട്ടിലേക്കാ. മാലാഖമാരും വാനവൃന്ദങ്ങളും എന്നെ നയിക്കും. കുഴിവെച്ചെടുപ്പ് മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം ചെയ്യുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദിസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും പരിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദിവ്യനാമത്തിലെ വിശ്രമം നൽകുന്ന ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, സോഫാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. അനുഗ്രഹത്തിന്റെ ദിവ്യജലത്തെ ആശ്വസിപ്പിക്കണമേ. ഇതിനെ കഴുകുക, ഞാൻ മതിനേക്കാൾ വെണ്ണുള്ളവനാകും. അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ കുരിശു വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന്റെ സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ തന്നെ പ്രസാദിപ്പിക്കട്ടെ. മനുഷ്യയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അറിവ് ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടി ദൈവത്തിന്റെ ന്യായാസനത്തെങ്കിൽ നിന്നെ സഹായിക്കട്ടെ. ജീവനെ മരണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. രണ്ട് ലൈനായിട്ട് വന്ന് പ്രിയപ്പെട്ട ചേച്ചിക്ക് അന്തിമോചനം അർപ്പിക്കാം. തിക്കും തിരക്കും കൂടാതെ ഫ്രണ്ടിലൂടെ ഒന്ന് വഴി കൊടുക്കണം, ഈ സൈഡിൽ വഴി കൊടുക്കണം കേട്ടോ. ഈ സൈഡിൽ കൂടെയും പോവുക, നടുക്കൂടെ ഒന്ന് ഫ്രണ്ടിലൂടെ വന്ന് ഈ സൈഡിൽ അതിലേക്കൂടെ മുമ്പിലൂടെ യാത്രയാകട്ടെ ഈ കൂട്ടും കൂടി കൂടെ നിന്ന കൂട്ടരോട് യാത്രയായി ഞാനിനി കാണുമേ ശാന്തമായ വീടൊന്ന്. ഞാനിതാ പോകുന്നേ സമയമെന്ന പേരിലായി ഈ നാടും വീടും വിട പറഞ്ഞ് മെല്ലെ യാത്രയാകട്ടെ ഈ കൂട്ടും കൂടി കൂടെ നിന്ന കൂട്ടരോട് യാത്രയായി. ഓടിയും വാടിയും വാടക വീടൊഴിയുന്നു സുന്ദര നാടിൻ്റെ സ്വർഗദൂത് വന്നെത്തി. ബന്ധങ്ങളും പിരിഞ്ഞ നേരമായി
നാടും വീടും വിട പറഞ്ഞ് മെല്ലെ യാത്രയാകട്ടെ ഈ കൂട്ടും കൂടി കൂടെ നിന്ന കൂട്ടരോട് യാത്രയായി. മരണവും ജനനവും തിരഞ്ഞെടുത്ത നാഥനെ നിൻഹിതം കാക്കുവാൻ എൻ്റെ ദേഹം നൽകുന്നു. നീ തന്നതും ഏറ്റെടുത്തും ശുദ്ധരിൽ ചേർത്തു കാണുവാൻ. നീ തന്നതും ഏറ്റെടുത്തും ശുദ്ധരിൽ ചേർത്തു കാണുവാൻ. കൊണ്ടുപോകും നേരത്ത് സ്വർഗം താഴെ വന്നതും ഈ നാടും വീടും വിട പറഞ്ഞ് മെല്ലെ യാത്രയാകട്ടെ ഈ കൂട്ടും കൂടി കൂടെ നിന്ന കൂട്ടരോട് യാത്രയായി. പൂക്കളാൽ കീർത്തിത നിങ്ങൾ തന്നോരാദരം ഏറ്റു ഞാനുറങ്ങിടും വേല തീർത്ത വയലിലായി. കണ്ണീറയും സങ്കടങ്ങൾ സ്നേഹമോടേറി വന്നിടും. കണ്ണീറയും സങ്കടങ്ങൾ സ്നേഹമോടേറി വന്നിടും. ഏകനായി ചെയ്തതും നല്ലതിനായി തീരണം. ഈ കാട്ടൊരുവി തേടി നടക്കുന്ന മാൻ പേടിയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും? രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവെ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ച് കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാട്ടൊരുവി തേടി നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ കർത്താവേ, ആ ശബ്ദം മഹനീയമായ നിരവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും കർത്താവേ, മരിച്ചവരെ നീ കാരുണ്യപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദാഹരണം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ
ഉത്കൃഷ്ടമായ ഉയർപ്പ മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന സ്ഥലത്തേക്ക് ഈ ആളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടുപോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കൂട്ടും കൂടി കൂടെ നിന്ന കൂട്ടരോട് യാത്രയായി ഞാനിനി കാണുമേ ശാന്തമായ വീടൊന്ന്. ഞാനിതാ പോകുന്നേ സമയമെന്ന തേരിലായി ഈ നാടും വീടും വിട പറഞ്ഞ് മെല്ലെ യാത്രയാകട്ടെ. ഈ കൂട്ടും കൂടി കൂടെ നിന്ന കൂട്ടരോട് യാത്രയാ. നന്ദി ചൊല്ലി ഞാൻ മടങ്ങുന്നു പ്രിയരേ, എൻ്റെ പ്രിയനാകും യേശുവെ കാൺമാൻ. ഇന്നലെ വരെയുള്ള യാത്രയതിൻ സന്താപദുരിതങ്ങൾ വേദനകൾ അവസാനിപ്പിച്ചു ഞാൻ പോകുന്നേ. സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ നന്ദി ചൊല്ലി ഞാൻ മടങ്ങുന്നു പ്രിയരേ, എൻ്റെ പ്രിയനാകും യേശുവെ കാൺമാൻ. ഇന്നലെ വരെയുള്ള യാത്രയതിൻ സന്താപദുരിതങ്ങൾ വേദനകൾ അവസാനിപ്പിച്ചു ഞാൻ പോകുന്നേ. സ്വന്ത ഭവനത്തിൽ വിശ്രമിപ്പാൻ. ദേഹമെങ്ങോര വസ്ത്രമോരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെങ്ങോര കൂടുവിട്ടു ഞാൻ സ്വർഗമാ വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ
പിറ്റേന്നു പമോണർന്നിടാ. സ്വർഗരാജ്യത്തു ചെന്ന നേരത്ത് കർത്താവിനോടു ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ